ആറളം ഫാം 13-ാം ബ്ലോക്കിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പാണ് ഈ കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്ന് അവിടെ പുനരധിവാസ മേഖലയിലെ നിരവധി വീടുകൾ താമസിക്കാൻ കഴിയാത്ത വിധത്തിൽ വെള്ളം കയറി വലിയ പ്രയാസത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഇത്രയും കുടുംബങ്ങളെ ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. ഇവർക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ, ഭക്ഷണം ഉൾപ്പെടെയുള്ള മറ്റ് സംവിധാനങ്ങൾ, കുട്ടികൾ ഉൾപ്പെടെ ക്യാമ്പിൽ ഉള്ളതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു കരുതൽ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നെല്ലാം ഉണ്ടാകുന്നു എന്നാണ് ഇവിടെ നിന്ന് പറയുന്നത്. ഈ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നും ഇത് ബന്ധപ്പെട്ടവർ പറയുകയാണ്. ഏതായാലും കഴിഞ്ഞ ദിവസം പെയ്ത മഴ എന്ന് പറയുന്നത് വലിയ കനത്ത മഴയാണ് ആറളം ഫാം മേഖലയിലും പുനരധിവാസ മേഖലയിലും പെയ്തത്. അതുകൊണ്ട് തന്നെ അവിടെ ഇനിയിപ്പോൾ വൃത്തിയാക്കുന്നു എന്നുള്ളതാണ് കിട്ടുന്ന വിവരം. ആ വീടുകളെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ എത്ര ദിവസം പിടിക്കുമെന്നുള്ളതാണ് ഇവരെല്ലാം നോക്കുന്നത്. കാരണം അത്രയും ദിവസം ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുക എന്നുള്ളതും കുറച്ച് പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഏതായാലും പെട്ടെന്ന് തന്നെ ആ വീടുകളെല്ലാം ശുചീകരിച്ച് അവർക്ക് തിരിച്ചങ്ങോട്ടേക്ക് താമസിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാകുമെന്നുള്ളതാണ് ഈ ക്യാമ്പിലുള്ളവരും പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഈ ക്യാമ്പിലുള്ള ആളുകളുടെ ഒരു അഭിപ്രായം കൂടി നോക്കാം. അവിടെ വെള്ളമെല്ലാം കയറി പാലെല്ലാം പോയി, കുറേ ഭാഗം അംഗൻവാടിക്കെല്ലാം പൊളിഞ്ഞ്, നമ്മളെ പിള്ളേരെ പഠിപ്പിക്കുന്ന അംഗൻവാടിൻ്റെ മതിലെല്ലാം പൊളിഞ്ഞു പോയി. വീടെല്ലാം വെള്ളത്തിലായിരുന്നു. അങ്ങനെയാണ് ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നത്. ഇവിടെ ഇപ്പം നല്ല സൗകര്യമുണ്ട്, ഭക്ഷണമെല്ലാം തരുന്നുണ്ട്, കിടക്കാൻ പായി, അത് പതപ്പും എന്നെല്ലാം കിട്ടുന്നുണ്ട്. എന്നെ കുറവൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. കിട്ടുന്നുണ്ട്. പിന്നെ വീട്ടിൻ്റെ അകത്ത് മണലും പൂഴിയും വന്നായിട്ട് വൃത്തിയാക്കാണ്ട് അങ്ങ് പോകാൻ പറ്റില്ല. വൃത്തിയാക്കണം. അവിടെ പിള്ളേർ വൃത്തിയാക്കുന്നുണ്ട്. അവിടെ പിള്ളേരെല്ലാം പോയിട്ട് വൃത്തി അടിച്ചെല്ലാം വാരി വെള്ളമെല്ലാം കളഞ്ഞ് അതെല്ലാം ഇപ്പോൾ പിള്ളേർ വൃത്തിയെല്ലാം ആക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ കുറേ ആളുണ്ട്. അവരെല്ലാം വീടെല്ലാം ഇങ്ങനെ പോയെ കൊണ്ട് ഇവിടെ കൊണ്ടാക്കി. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, വെള്ളമെല്ലാം വലിഞ്ഞ് വീടെല്ലാം വൃത്തിയെല്ലാം ആക്കുന്നുണ്ട്. ഇപ്പോൾ ആറളം പുനരധിവാസ മേഖലയിലെ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്ന മേഖല ഉൾപ്പെടുന്ന വാർഡിൻ്റെ മെമ്പർ AK സുജാത നമ്മളൊപ്പം ചേരുകയാണ്. ഇവിടെ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ശക്തമായ മഴയെ തുടർന്ന് നിരവധി കുടുംബങ്ങളെ ഇങ്ങോട്ടേക്ക് ഇവിടെ ഈ ക്യാമ്പിലേക്ക് മാറ്റി താമസിപ്പിക്കേണ്ടതായി വന്നിരിക്കുകയാണ്. ഈ വാർഡ് ഉൾക്കൊള്ളുന്ന ഗ്രാമപഞ്ചായത്തിലെ ഈ വാർഡ് ഉൾക്കൊള്ളുന്ന പ്രദേശത്തിൻ്റെ മെമ്പറാണ് AK സുജാത. മെമ്പറെ നമസ്കാരം. ഇവിടുത്തെ ഈ ദുരിതാശ്വാസ ക്യാമ്പിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്? എത്ര പേര് ഇവിടെ ഇപ്പോൾ ഉണ്ട്? ഇപ്പോൾ 27 കുടുംബങ്ങളിലായി 119 ആൾക്കാരാണ് താമസിക്കുന്നത്. അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടോ? എങ്ങനെയാണ് നിങ്ങളുടെ ഓരോ ദിവസത്തെയും ഒരു പ്രവർത്തനം ഈ ക്യാമ്പിൻ്റെ എങ്ങനെയൊക്കെയാണ്? പ്രവർത്തനം നല്ല പ്രവർത്തനം. പിന്നെ എല്ലാ ഉദ്യോഗസ്ഥരും ഇവിടെ വന്നു ചേർന്ന് എല്ലാം ചെയ്യുന്നുണ്ട്. ഇവർക്ക് ഇപ്പോൾ താമസയോഗ്യമല്ലാത്ത രീതിയിൽ അവരുടെ വീടുകൾ മാറിയല്ലോ, അതിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ ഇപ്പോൾ ശുചീകരിക്കാനൊക്കെ നടക്കുന്നുണ്ട്. ശുചീകരിക്കാനാണ് വെള്ളം കയറിയിട്ടെല്ലാം വൃത്തികേടായിട്ട് കിടക്കുമെന്ന്. ഇപ്പോൾ ശുചീകരണം തുടങ്ങിയിട്ടില്ല, തുടങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹെൽത്തിൻ്റെ അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സന്നദ്ധ പ്രവർത്തകർ ഇത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വൃത്തിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ക്യാമ്പിലുള്ളവരുടെ ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും അവരുടെ ആരോഗ്യ ഒരു സംരക്ഷണമൊക്കെ എങ്ങനെയാണ്? ഏതൊക്കെ തരത്തിലാണ് അത് കൈകാര്യം ചെയ്യുന്നത്? ആരോഗ്യവകുപ്പ് സംരക്ഷിക്കുന്നുണ്ട്. TRDM, പഞ്ചായത്ത്, കുടുംബശ്രീ, വില്ലേജ്, തഹസിൽ എല്ലാവരും. ഇതാണ് ഈ വാർഡ് ഉൾപ്പെടുന്ന പ്രദേശത്തിൻ്റെ ഈ വാർഡിൻ്റെ മെമ്പറായിരിക്കുന്ന സുജാത. അവർ പറയുന്നത് ഇവിടെ ക്യാമ്പിൽ ഇത്രയും ആളുകളുണ്ട്, അവർക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അവരുടെ വീടുകളിൽ പക്ഷേ ശുചീകരണം ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് എപ്പോഴാണ് ആരംഭിക്കുക എന്നതിനെക്കുറിച്ച് ഇവർക്ക് അതിനകത്ത് ഒരു വ്യക്തതയില്ല. എന്തായാലും ഉടനെ തന്നെ ബന്ധപ്പെട്ട വകുപ്പും അധികൃതരും അതുപോലെ തന്നെ ഒരുപക്ഷെ സന്നദ്ധ പ്രവർത്തകരും എല്ലാം ചേർന്ന് ആ വീടുകളൊക്കെ ഒന്ന് ശുചീകരിച്ച് കൊടുക്കുന്നതോടുകൂടി ഇവർക്ക് ഇവിടെ നിന്ന് ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് മാറാൻ കഴിയുമെന്നുള്ളതാണ് മെമ്പറുടെയും അതുപോലെ തന്നെ ഇവിടെയുള്ള ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരുടെയും പ്രതീക്ഷ. ആറളം പുനരധിവാസ മേഖലയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് ഷിജിത്ത്, ഏജനറ്റ് ന്യൂസ്.